വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം നാളെ മുതൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതിൽ ആകാംക്ഷ. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. രാഹുൽ സഭയിൽ എത്തിയാൽ പ്രത്യേക ബ്ലോക്കിലാകും ഇരിപ്പിടം. പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷ നീക്കം. വിവരങ്ങളുമായി ചേരുന്നത് വിനീഷാണ്. വിനീഷ്, രാഹുൽ മാങ്കൂട്ടത്തിന് വിടുകയാണോ തീരുമാനം? രാഹുൽ നാളെ എത്തുമോ ഇല്ലയോ? രാഖി, എന്തായിരുന്നാലും സഭയിൽ നാളെ ഒരു സംഭവബഹുലമായ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റൊന്നല്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ കണക്ക് പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എങ്ങനെയാണ് ഈ വിഷയങ്ങളെ പ്രതിരോധിക്കാനാകുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം നാളെ എത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ഇരിപ്പിടമായിരിക്കും സഭയിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസിന്റെ ഭാഗമല്ല, നിലവിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന സ്പീക്കറെ അറിയിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എന്തായിരുന്നാലും നിലവിൽ പ്രത്യേക ബ്ലോക്കിൽ പ്രത്യേക ഇരിപ്പിടം തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടം നാളെ എത്തുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം നാളെ എത്തിയേക്കില്ല എന്ന വിവരങ്ങൾ തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം നാളെ സഭയിലെത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന് കൂടുതൽ ഏൽക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നു. അതേസമയം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുകേഷ് MLA അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, പണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് CPM ഏത് തരത്തിലാണോ പ്രതിരോധിച്ചത് ആ സമാനമായ രീതിയിൽ പ്രതിരോധിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇപ്പോൾ തന്നെ ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ പോലീസ് അതിക്രമങ്ങൾ കുന്നംകുളത്തും ഒപ്പം തന്നെ നിരവധി മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന് കൊട്ടാനുണ്ടായ ഒരു ആയുധം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പോലീസ് അതിക്രമങ്ങൾ തന്നെയാണ്. ഈ പോലീസ് അതിക്രമങ്ങളിൽ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ മൗനം പാലിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നിലപാടായിരിക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷം കൈക്കൊള്ളുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സഭ ഏറ്റവും വലിയ പ്രക്ഷുബ്ധമായ ഘട്ടങ്ങളിലൊക്കെ കടക്കും. അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തിടും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ പോലീസ് അതിക്രമവുമായി ദിവസങ്ങളോളം ഈ വിഷയം വിവാദമായി കത്തിപ്പടരുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധമായ പ്രതികരണങ്ങളും നടത്താത്ത ഈ ഒരു സാഹചര്യത്തിൽ നാളെ സഭ പ്രക്ഷുബ്ധമാകും. അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും എതിരെ ആയുധങ്ങൾ പറ ഉന്നം വച്ച് തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നാളെ സഭ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമുയർത്തി ഭരണപക്ഷം രംഗത്തെത്തുമ്പോൾ അതേസമയം തന്നെ പ്രതിപക്ഷം രംഗത്തെത്തുന്നത് പോലീസ് അതിക്രമങ്ങൾ എന്ന വിഷയത്തെ മുൻനിർത്തിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിക്ക് നാളെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചേ മതിയാകൂ എന്ന സാഹചര്യം തന്നെ പ്രതിപക്ഷം ഉണ്ടാക്കും. പ്രത്യേകിച്ച് പോലീസ് അതിക്രമം വിഷയത്തിൽ പ്രതികരിച്ചേ മതിയാകൂ എന്ന സാഹചര്യമായിരിക്കും പ്രതിപക്ഷം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കാത്തിരിക്കേണ്ടത് സഭയിൽ നാളെ എന്തൊക്കെ നടക്കും എന്നത്. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതിൽ ആകാംക്ഷയുണ്ട്. ഒപ്പം തന്നെ ഈ പോലീസ് അതിക്രമങ്ങളിൽ ഭരണപക്ഷവും പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വിവരങ്ങൾ നൽകിയത് വിനീഷാണ്.